നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ക്ലാസ് 5 മുതൽ ക്ലാസ് 10 വരെയുള്ള കുട്ടികൾക്ക് ബയോളജി ടോപ്പിക്സ് എളുപ്പത്തിൽ രസകരമായി പഠിപ്പിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡ് ഗ്രൂപ്പ്സ് എ, ബി, എ ബി, ഒ, പോസിറ്റീവ്, നെഗറ്റീവ്. മക്കൾക്ക് മനസ്സിലാകാൻ സുലഭമായ രീതിയിൽ എല്ലാം വിവരിക്കും. ചോദ്യം വന്നാൽ കോമന്റിൽ ചോദിച്ചാൽ മതി, ടീച്ചർ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ബ്ലഡ് ഗ്രൂപ്പ്സ്. ബ്ലഡ് ഗ്രൂപ്പ്സ് എ, ബി, എ ബി, ഒ, പോസിറ്റീവ്, നെഗറ്റീവ്. എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേപോലെ അല്ലാത്തത്? ആരാണ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ നമ്മുടെ ടോപ്പിക്ക്? അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ്സ് ഒരേപോലെ ഇല്ലാത്തത്? ആരാണ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ബ്ലഡ് എന്ന് നോക്കാം ഫസ്റ്റ്. ഓക്കെ, ബ്ലഡിലുള്ള മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട 3 കമ്പോണൻസ് ആണ് ആര്? RBC റെഡ് ബ്ലഡ് സെൽസ്, WBC വൈറ്റ് ബ്ലഡ് സെൽസ്, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും. ഇത് കൂടാണ്ട് തന്നെ ബ്ലഡിന്റെ കമ്പോണന്റ് ആണ് ആര്? പ്ലാസ്മ. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയും കൂടി ചേർന്നിട്ടുള്ളതാണ് ആര്? നമ്മുടെ ബ്ലഡ്. ഓക്കെ, RBCന്റെ ഫംഗ്ഷൻ എന്താ? റെഡ് ബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്കെ, അത് എന്തിനാണ് സഹായിക്കുന്നത്? ഓക്സിജൻ ട്രാൻസ്പോർട്ടിനാണ് സഹായിക്കുന്നത്. എന്തിനാണ് സഹായിക്കുന്നത്? ഓക്സിജൻ ട്രാൻസ്പോർട്ടിനാണ് സഹായിക്കുന്നത്. നമുക്കറിയാം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ RBCന്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിജനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ RBCക്ക് ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ലങ്സിൽ നിന്ന്. അപ്പോൾ ലങ്സിൽ നിന്ന് ഓക്സിജന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്ന ഫംഗ്ഷനാണ് ആയിട്ടുള്ളത് RBCക്ക് ഉള്ളത്. ഇനി ആരാണ് WBC? ഓക്കെ, WBC എന്താണ്? നമ്മളുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ്. നമുക്ക് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡിലുള്ള ആളുകളാണ് ആര്? WBC. എങ്ങനെ അവര് നമ്മുടെ ബോഡിയിൽ അല്ലാത്ത നമ്മുടെ സെൽഫായിട്ടുള്ള ആളുകളിൽ ഒറ്റുണ്ട്. WBC എന്താണ്? നമ്മളെ ശരീരത്തിലെ പട്ടാളക്കാരാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത ആളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കണ്ടെത്തി അവരെ ഐഡന്റിഫൈ ചെയ്ത് കൊല്ലുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? WBCന്റെ ഫംഗ്ഷൻ. നമ്മുടെ ശരീരത്തിലെ ആൾക്കാരെ നമ്മൾ എന്താ പറയുക? സെൽഫ് എന്ന് പറയും. എന്നാൽ സെൽഫ്. അപ്പോൾ സെൽഫായിട്ടുള്ള ആൾക്കാർ എന്ത് WBC ഉപദ്രവിക്കൂല. അപ്പോൾ നോൺ സെൽഫായിട്ടുള്ള ആൾക്കാരെ, ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ബോഡിയിൽ വൈറസ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, എന്ത് ടോക്സിൻസ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് കൊല്ലുക എന്ന ആരുടെ ഫംഗ്ഷൻ? WBCന്റെ ഫംഗ്ഷൻ. പ്ലേറ്റ്ലെറ്റ്സ് എന്തിനാണ് സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. രക്തം കട്ടപ്പിടിക്കാനാണ് എന്ത് സഹായിക്കുന്നത്? പ്ലേറ്റ്ലെറ്റ്സ് സഹായിക്കുന്നത്. എന്താണ് പ്ലാസ്മ? നമ്മുടെ ബ്ലഡിലെ ലിക്വിഡ് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ഉണ്ട്. RBCന്റെ, WBCന്റെ, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ എന്താണ്? പ്ലാസ്മയും ഉണ്ട്. ഓക്കെ, RBCക്ക് എന്താണ് സഹായിക്കുന്നത്? ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. WBC എന്താണ്? നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. പ്ലാസ്മ ബ്ലഡിൻ്റെ അകത്ത് ലിക്വിഡ് പോർഷനാണ്. ഈ 4 കമ്പോണൻസും കൂടി ചേർന്നിട്ടുള്ളതാണ് ആര്? നമ്മുടെ ബ്ലഡ്. ഇനി നമ്മൾ ഈ ബ്ലഡിൻ്റെ അകത്തിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 കമ്പോണൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, RBCന്റെ, WBCന്റെ, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇനി ഇവരിൽ ആരാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? മനസ്സിലായോ? ഈ 3 ആളിൽ ആരാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ആരാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? RBC ആണ്. ആരാണ്? RBC ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? RBC ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആരെ? റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ അല്ലേ? എനിക്ക് RBCയിലുള്ള ആരാണ് ഡിറ്റർമൈൻ ചെയ്തത് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് RBCന്റെ സ്ട്രക്ചറാണ് ഏത്? ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പാണ് RBCന്റെ സ്ട്രക്ചർ. അപ്രോക്സിമേറ്റ് ഏകദേശം ഇതേപോലെ. ഓക്കെ, ഇതാണ് ആര്? RBC. ടീച്ചർക്ക് വരക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് RBCനെ വട്ടത്തിൽ വരക്കും കേട്ടോ. വട്ടത്തിൽ വരക്കും. ഇതാരാണ്? RBCന്റെ സ്ട്രക്ചറാണ് ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പാണ് RBC. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം RBCയിൽ ആരാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ RBCനെ ഇങ്ങനെ വട്ടത്തിലാണ് വരക്കുക. RBC കേട്ടോ. ഈ RBCയിൽ ആരാണ് ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്? RBCന്റെ അകത്തുള്ള ആരാണ് ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്? RBCന്റെ സർഫസിൽ പുറത്തുള്ള ആര്? ഇത് RBC. ഇതിന്റെ പുറത്തുള്ള പ്രോട്ടീൻ മാർക്കർ
ഇവരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ആൻറ്റിജൻസ്. ആൻറ്റിജൻ. ഓക്കെ. അപ്പോൾ ആർ ബി സിൻ്റെ സർഫസിലുള്ള പ്രോട്ടീൻ മാർക്കർ അവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ആൻറ്റിജൻ എന്ന് പേരിട്ട് വിളിക്കും. എന്തുകൊണ്ടാണ്? ഇവരുണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പ്രോട്ടീനെ കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ആർ ബി സിൻ്റെ സർഫസിലുള്ള പ്രോട്ടീൻ മാർക്കർ ആയിട്ടുള്ള ആൻറ്റിജൻ ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ആർ ബി സി എടുത്ത് ആർ ബി സിൻ്റെ സർഫേസിലുള്ള ആൻറ്റിജൻ ആണ് നമ്മുടെ എന്താ പറയുക? അപ്പോൾ ബ്ലഡിലുള്ള ആർ ബി സിൻ്റെ സർഫസിലുള്ള ആൻറ്റിജൻ ആണ് ബ്ലഡ് ഗ്രൂപ്പ്സ് തീരുമാനിക്കുന്നത്. എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ? ഇത്രയും മനസ്സിലായോ? ഇപ്പം പറഞ്ഞൊന്ന് ഡയഗ്രാമാറ്റിക് വെച്ചാൽ ആർ ബി സി അവരുടെ സർഫസിലെ ആൻറ്റിജൻ ഉണ്ട്, അത് അവരാണ് എന്ത് തീരുമാനിക്കുന്നത്? ബ്ലഡ് ഗ്രൂപ്പ്സ് തീരുമാനിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക. ഓക്കെ, ഇതൊരാൾ. നമുക്ക് ഇവരുടെ പേഴ്സൺ 1 ചുരുക്കിയിട്ട് P1 എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്? ഇവരുടെ ബ്ലഡാണ്. ഈ ബ്ലഡിനെ ടീച്ചർ ഒന്ന് എൻലാർജ് ചെയ്ത് വരച്ചു. ഓക്കെ, ഈ ബ്ലഡിൻ്റെ അകത്തുള്ള ലിക്വിഡ് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിൽ ഏകദേശം ഇതാണ് ചെയ്യപ്പെട്ട. ഏകദേശം ആരുണ്ട്? ആർ ബി സി ഉണ്ട്. ഇതാരാണ്? WBC. ഓക്കെ, ഇനി ആരും കൂടെ ഉണ്ട് ബ്ലഡിൻ്റെ അകത്ത്? സപ്പോസ് ഇത് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ നമ്മൾ ആരാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്? ആർ ബി സി. അപ്പോൾ ഇവരുടെ ഈ പേഴ്സൺ 1ൻ്റെ ബ്ലഡിൻ്റെ അകത്തുള്ള ആർ ബി സിനെ മാത്രം നമുക്കൊന്ന് മാറ്റി വരക്കാം. ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ, ടീച്ചറിൻ്റെ വരയ്ക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആർ ബി സിൻ്റെ ടീച്ചർ വട്ടത്തിലാണ് വരക്കുന്നത്. ആക്ച്വൽ ഷേപ്പ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആർ ബി സിൻ്റെ മുകളിൽ ആരാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ ആണ് തീരുമാനിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഈ പേഴ്സൺ 1ൻ്റെ ആർ ബി സിൻ്റെ മുകളിൽ, ഓക്കെ, ആർ ബി സിൻ്റെ മുകളിൽ ഈ ആൻറ്റിജൻ്റെ പേരെന്താണ്? ഈ ആൻറ്റിജൻ്റെ പേരാണ് എ ആൻറ്റിജൻ. എന്താണ്? എ ആൻറ്റിജൻ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എ ആൻറ്റിജൻ. അപ്പോൾ പേഴ്സൺ 1ൻ്റെ ഓക്കെ ആർ ബി സിൻ്റെ സർഫേസിൽ എ ആൻറ്റിജൻ ആണ് കാണുന്നത്. ഓക്കെ, ആൻറ്റിജൻ ആയതുകൊണ്ട് പേഴ്സൺ 1ൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും മനസ്സിലായപ്പോൾ എന്താണ് പേഴ്സൺ 1 ഒരാളെടുത്ത് അപ്പോൾ അയാളുടെ ബ്ലഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബ്ലഡിൻ്റെ അകത്തുള്ള ആർ ബി സിനെ നോക്കിക്കഴിഞ്ഞാൽ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി സിൻ്റെ സർഫസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ ആൻറ്റിജൻ ആണ് കാണുന്നതെങ്കിൽ അത്തരം ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ഇത് പേഴ്സൺ 2, ഇത് അവരുടെ ബ്ലഡാണ്. എൻലാർജ് ചെയ്ത് ബ്ലഡിൻ്റെ അകത്തുള്ള ആരെ മാത്രമേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? ആർ ബി സിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആർ ബി സിനെ നോക്കുന്ന സമയത്ത് അവരുടെ സർഫേസിൽ ഏത് ആൻറ്റിജൻ? ബി ആൻറ്റിജൻ. ഏത്? ബി ആൻറ്റിജൻ. ഏത് ആൻറ്റിജൻ? ബി ആൻറ്റിജൻ. അങ്ങനെയാണെങ്കിൽ P2 എന്ന് പറയുന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേഴ്സൺ എടുത്ത് നോക്കി, അവരെ നോക്കുന്ന സമയത്ത് അവരുടെ ബ്ലഡ് നോക്കി, ബ്ലഡിൽ ആർ ബി സിയെ നോക്കി, അപ്പോൾ ആർ ബി സിൻ്റെ സർഫേസിൽ ബി ആൻറ്റിജൻ ആണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ എ ആൻറ്റിജൻ ആണ് ആർ ബി സിൻ്റെ സർഫേസിൻ്റെ മുകളിലുള്ളെങ്കിൽ ആ പേഴ്സൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ. ബി ആൻറ്റിജൻ ആണ് അവരുടെ ആർ ബി സിൻ്റെ സർഫേസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ബി ആണ്. ഇനി ഇതെന്താണ്? പേഴ്സൺ 3. ഇത് ഇവരുടെ ബ്ലഡ് നമ്മൾ എൻലാർജ് ചെയ്ത് വരച്ച് അതിൽ നമ്മൾ എന്താണ് പേഴ്സൺ 3ൻ്റെ ആർ ബി സി നോക്കുന്ന സമയത്ത് അവിടെ എ ആൻറ്റിജനും കണ്ട് ബി ആൻറ്റിജനും കണ്ട്. ഇതൊക്കെ എ ആൻറ്റിജനും ബി. ഇത് രണ്ടെണ്ണം മാത്രമേ വരക്കുന്നുള്ളൂ, എല്ലാത്തിൻ്റെ മുകളിലുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഏത് ആൻറ്റിജനാണ്? ബി ആൻറ്റിജൻ. ഇത് ഏത് ആൻറ്റിജനാണ്? എ ആൻറ്റിജൻ. അപ്പോൾ നോക്ക്, പേഴ്സൺ 3നെ നോക്കുന്ന സമയത്ത് അവരുടെ എന്താ RBCന്റെ സർഫേസിൽ എ ആൻറ്റിജനും അതേപോലെ തന്നെ ബി ആൻറ്റിജനും പ്രസന്റ് ആണ്. എ ആൻറ്റിജനും പ്രസന്റ് ആണ്, ബി ആൻറ്റിജനും പ്രസന്റ്. അതുകൊണ്ട് P3 എന്ന് പറഞ്ഞ പേഴ്സൺ 3ന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പോൾ എന്താ പേഴ്സൺ 3 എന്ന് പറഞ്ഞ ആളെ അവരുടെ RBCനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ RBCന്റെ മുകളിൽ എ ആൻറ്റിജനും കാണുന്നുണ്ട്, ബി ആൻറ്റിജനും കാണുന്നുണ്ട്. അതുകൊണ്ട് പേഴ്സൺ 3ന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. പേഴ്സൺ 4 P4, പേഴ്സൺ 4 ഇങ്ങനെ ആക്കി. അവരുടെ ബ്ലഡ് എടുത്ത് RBCനെ നോക്കുന്ന സമയത്ത് RBCന്റെ മുകളിൽ നോ ആൻറ്റിജൻ, എ ആൻറ്റിജനും ഇല്ല, അതേപോലെ തന്നെ എന്തുമില്ല, ബി ആൻറ്റിജനും ഇല്ല. അത്തരം ആളുകൾ P4ന്റെ നോ ആൻറ്റിജൻ. അപ്പം അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ബ്ലഡ് ഗ്രൂപ്പ്. ശരിക്കും ഇവിടെ O എന്നല്ല 0 എന്നാണ് അർത്ഥം. കാരണം വെച്ചാൽ ആൻറ്റിജൻ ഒന്നും ഇല്ല എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ O എന്നാണ് പറയുക. 0 എന്നാണ് ശരിക്കും വരുന്നത്. കാരണം 0 എ ആൻറ്റിജൻ അവിടെ ആബ്സെന്റ് ആണ്, ബി ആൻറ്റിജനും ആബ്സെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്താ പറയുക? O ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് പറയുക. മനസ്സിലായോ? ഇപ്പം പറഞ്ഞ ചോദിക്കുക, P1 എന്ന് പറഞ്ഞ ആളുടെ RBC നോക്കി, അവരുടെ സർഫേസ് നോക്കി, ആ സമയത്ത് നമുക്ക് അവിടെ എന്ത് കണ്ട്? എ ആൻറ്റിജനെ കണ്ട്. അതുകൊണ്ട് P1 എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പിന് ഇനി ബി ജീൻ ഏതാ കേട്ടോ. ഇനി P2 നോക്കി, അവരുടെ RBC നമ്മൾ ക്ലോസ് എക്സാമിൻ ചെയ്ത് അവരുടെ RBCന്റെ സർഫേസ് നോക്കി, അവിടെ നമ്മൾ എന്ത് കണ്ട്? ബി ആൻറ്റിജനെ കണ്ടു. അപ്പോൾ എന്താണ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ്? ബി ബ്ലഡ് ഗ്രൂപ്പ്. ഇനി പേഴ്സൺ 3 എടുത്ത് അവരുടെ RBC നോക്കി, അവരുടെ RBCന്റെ സർഫേസ് നോക്കുന്ന സമയത്ത് അവിടെ എ ആൻറ്റിജനും കണ്ട് ബി ആൻറ്റിജനെയും കണ്ട്. അപ്പം അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി പേഴ്സൺ 4 എടുത്ത് അവരുടെ RBCനെ നോക്കി, അവരുടെ സർഫേസ് നോക്കി, അവിടെ നോ എ ആൻഡ് ബി ആൻറ്റിജൻ. അപ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് ആരാണ്? RBCന്റെ സർഫേസിലുള്ള ആൻറ്റിജൻ ആണ്. അപ്പം എ ആൻറ്റിജൻ ആണുള്ളതെങ്കിൽ അത്തരം ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ. ബി ആൻറ്റിജൻ ആണുള്ളതെങ്കിൽ എവിടെ ഉള്ളത്? RBCന്റെ സർഫേസിൽ. ബി ആൻറ്റിജൻ ആണുള്ളതെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി. RBCന്റെ സർഫേസിൽ എ ആൻറ്റിജനും ബി ആൻറ്റിജനും ഉണ്ടെങ്കിൽ അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പ് AB. ഇനി ഒരു ആൻറ്റിജനും ഇല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലല്ലോ. അപ്പം നമ്മൾ എന്താണ് ബ്ലഡ് ഗ്രൂപ്പ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാളെ പറ്റിയിട്ട് മെയിനായിട്ട് പഠിക്കണം. എത്ര ആൾക്കാരെ പറ്റിയിട്ട്? 2 ആൾക്കാരെ പറ്റിയിട്ട്. ഒന്ന് ആൻറ്റിജൻ, അത് നമ്മൾ എന്താക്കി? കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ആൾ. ആരാ രണ്ടാമത്തെ ആൾ? ആൻറ്റിബോഡി. ആരാണ്? ആൻറ്റിബോഡി. ഇനി നമുക്ക് എന്താണ് ആൻറ്റിബോഡി എന്ന് നോക്കാം. അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മൾ എന്ത് പഠിച്ച്? ആൻറ്റിജനെ പറ്റി പഠിച്ച്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആളാരാണ്? ആൻറ്റിബോഡി. എന്താണ് ആൻറ്റിബോഡി? എവിടെയാണ് കാണുന്നത്? നോക്കാം നമുക്ക്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫൻസ് പ്രോട്ടീൻ ആണ് ആര്? ആൻറ്റിബോഡി. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി. അപ്പോൾ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ശരീരത്തിലാണ് കാണുന്നത്. ഓക്കെ, ശരീരത്തിലെ മെജോറിറ്റി ഓഫ് ദ കേസിൽ മേജറായിട്ട് എവിടെയാണ് കാണുന്നത്? നമ്മളുടെ ബ്ലഡ് ഇല്ലാത്തുള്ള പ്ലാസ്മയിലാണ് ആരെ കാണുന്നത്? ആൻറ്റിബോഡിനെ കാണുന്നത്. എന്താണ് ആൻറ്റിബോഡി? എന്താ? ഡിഫൻസ് പ്രോട്ടീനാണ്. അങ്ങനെ എന്ത് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഇതല്ലാത്ത ആളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് കൊല്ലുക എന്ന ഫംഗ്ഷനാണ്. അവരെ എലിമിനേറ്റ് ചെയ്യുക, ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്ന ഫംഗ്ഷൻ ആർക്കുള്ളത്? ആൻറ്റിബോഡിക്കുള്ളത്. ആൻറ്റിബോഡി എന്താണ്? ഒരു ഡിഫൻസ് പ്രോട്ടീനാണ്. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫൻസ് പ്രോട്ടീനാണ് ആര്? ആൻറ്റിബോഡി. ആൻറ്റിബോഡിനെ എവിടെയാണ് കാണുന്നത്? പ്ലാസ്മയിലാണ് കാണുന്നത്. പ്ലാസ്മയിൽ മാത്രമല്ല, നമ്മളിപ്പം പറയാം, നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ പറയുന്നത്, ബ്ലഡ് ഗ്രൂപ്പ്സ് അല്ലേ പറയുന്നത്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ കേസിൽ നമ്മൾ പ്ലാസ്മയിലാണ് ആര് കാണുന്നത്? ആൻറ്റിബോഡി കാണുന്നത്. ഓക്കെ, ആൻറ്റിബോഡിക്ക് ഒരു വൈ ഷേപ്പ് സ്ട്രക്ചറാണ്. ഇത് നമ്മുടെ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡിൻ്റെ അകത്തുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്ലഡിൻ്റെ അകത്തുള്ള ലിക്വിഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ ലിക്വിഡ് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിലാണ് ആര് കാണുന്നത്? ആൻറ്റിബോഡി കാണുന്നത്. ആര് കാണുന്നത്? ആൻറ്റിബോഡിക്ക്
പച്ച കളർ കൊടുക്കാം. ആര് കാണുന്നത്? ആൻറ്റിബോഡി കാണുന്നത്. വൈ ഷേപ്പ് സ്ട്രക്ചറാണ്. ഓക്കെ, ആൻറ്റിബോഡി. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് പ്രോട്ടീൻ ആണ് ആര്? ആൻറ്റിബോഡി. ആരെയാണ് ഇത് ഡിഫെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന എന്താ നമ്മുടേതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ആളുകളെ നമ്മൾ സെൽഫ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവർ നോൺ സെൽഫ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ആൻറ്റിബോഡി ആരൊക്കെയാണ് ആരൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ബാക്ടീരിയ, വൈറസ്, ടോക്സിൻസ്, കെമിക്കൽസ്, റോങ് ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ്. ഇതുവരൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒക്കെ ആരായിക്കോട്ടെ നമുക്ക് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാക്ടീരിയ, വൈറസ്, ടോക്സിൻസ്, അതേപോലെ തന്നെ കെമിക്കൽസ്, റോങ് ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഡിഫൻസ് പ്രോട്ടീൻ ആയിട്ടുള്ള ആൻറ്റിബോഡീനെ ഉണ്ടാക്കും. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ പേഴ്സൺ 1, നേരത്തെ ആള് പേഴ്സൺ 1. ഓക്കെ, ഇവരുടെ എന്താണ് ഇത്? നമ്മൾ പറഞ്ഞ ബ്ലഡ്. ഓക്കെ, ബ്ലഡിൻ്റെ അകത്ത് ആരുണ്ട്? RBC ഉണ്ട് എന്ന് പറഞ്ഞു. RBCൻ്റെ മുകളിൽ ഇത് പേഴ്സൺ 1 ആണ്, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. അപ്പം RBCൻ്റെ മുകളിൽ ഏത് ആൻറ്റിജൻ ആണ്? A ആൻറ്റിജൻ. ഇനി നമ്മൾ പറഞ്ഞിട്ട് ആൻറ്റിബോഡിയെ നമ്മൾ എവിടെയാണ് കാണുന്നത്? ബ്ലഡിൻ്റെ അകത്തുള്ള പ്ലാസ്മയിലാണ് ആര് കാണുന്നത്? ആൻറ്റിബോഡിനെ കാണുന്നത്. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പുകാരുടെ പ്ലാസ്മയിൽ എന്തുണ്ട്? ആൻറ്റിബോഡി ഉണ്ട്. ഇതെന്താണ്? ആൻറ്റിബോഡിയാണ്. ഏത്? ഓക്കെ, ഇനി ഏത് ആൻറ്റിബോഡിയാണുള്ളത്? ഏത് ആൻറ്റിബോഡിയാണ് A ബ്ലഡ് ഗ്രൂപ്പുകാരുടെ എന്തിലുള്ളത്? പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി ഏതാണ്? ഓക്കെ, സപ്പോസ് ഇത് നമ്മുടെ നോക്ക് ഇവിടെ ആൻറ്റിബോഡി നോക്ക് എന്താ നോക്കാം. ഈ ആൻറ്റിബോഡി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്ന സമയത്ത് ആൻറ്റിബോഡിന് മുമ്പിൽ ഇങ്ങനെ ഒരു ടേമും കൂടെ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഈ ആൻറ്റി-A എന്ന് പറഞ്ഞാൽ എന്താണ്? A ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യുന്ന എന്ത്? ആൻറ്റിബോഡി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആൻറ്റി-A ആൻറ്റിബോഡീൻ്റെ അർത്ഥം എന്താണ്? ആൻറ്റി-A ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? A ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? ഈ പേഴ്സൺ 1 അവരുടെ RBCൻ്റെ സർഫേസിൽ നമുക്ക് ഏത് കാണാൻ പറ്റും? A ആൻറ്റിജനെ കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ പ്ലാസ്മയിൽ ഉണ്ടല്ലോ എന്ത്? ആൻറ്റിബോഡി ഉണ്ടല്ലോ. ഇത് ആൻറ്റി-A ആൻറ്റിബോഡി ആണോ? ഇവ നോക്ക്, ആൻറ്റി-A ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? A ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി എന്നല്ലേ? അപ്പോൾ ഈ ആൻറ്റിബോഡി എന്താക്കും? ഈ ആൻറ്റിജനെ വന്നിട്ട് എന്താക്കും? അറ്റാക്ക് ചെയ്യും. റിയാക്ഷൻ നടന്നിട്ട് എന്തിന് കാരണമാവും? അഗ്ലൂട്ടിനേഷന് കാരണമാവും. ഓക്കെ, പക്ഷേങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നില്ല. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ബോഡിയിൽ സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്തുണ്ടാക്കുകയില്ല? ആൻറ്റിബോഡി ഉണ്ടാക്കുകയില്ല. ശ്രദ്ധിക്കുക, പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ ബോഡിയിൽ സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്തുണ്ടാക്കുന്നില്ല? ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. പക്ഷേ അസുഖത്തിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കേസിൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ എന്താണ് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ടീച്ചർ പറഞ്ഞെന്താ വെച്ചാൽ ബോഡിയിൽ ഒരിക്കലും എന്താണില്ല? സെൽഫ് ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂല? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യൂല. ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. ബോഡി ഒരിക്കലും ഉണ്ടാക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ 1 എന്ന് പറയുന്ന ആളുടെ ആൻറ്റിജൻ ഏതാ? A ആൻറ്റിജനാണ്. ഏത് ആൻറ്റിജനാണ്? A ആൻറ്റിജൻ. ഇപ്പോൾ A ആൻറ്റിജൻ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി ഏതാണ്? ആൻറ്റി-A ആൻറ്റിബോഡി അല്ലേ? അപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? വെച്ചാൽ സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ P1 എന്ന് പറഞ്ഞ പേഴ്സൻ്റെ ആൻറ്റിജൻ A ആൻറ്റിജൻ ആയതുകൊണ്ട് ഒരിക്കലും P1 എന്ന് പറഞ്ഞ പേഴ്സൺ മീൻസ് A ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിൽ പ്ലാസ്മയിൽ ഒരിക്കലും ആൻറ്റി-A ആൻറ്റിബോഡി ഉണ്ടായിരിക്കുകയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ? പേഴ്സൺ 1ൻ്റെ എന്താണ്? ആൻറ്റിജൻ A ആണ്. ഇത് നമ്മൾ എന്താണ് ഇവിടെ പ്ലാസ്മയിൽ കാണുന്ന ആൻറ്റിബോഡി എന്തല്ല? ആൻറ്റി-A ആൻറ്റിബോഡി അല്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ ബോഡിയിൽ എന്താണ്? സെൽഫ് ആൻറ്റിജനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂല? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ആൻറ്റിബോഡി ഏതാണ്? ആൻറ്റി-B ആൻറ്റിബോഡിയാണ്. മനസ്സിലായോ? അപ്പം A ബ്ലഡ് ഗ്രൂപ്പുകാരുടെ RBCൻ്റെ മുകളിൽ A ആൻറ്റിജൻ ആണുള്ളത്. അവരുടെ പ്ലാസ്മയിൽ അവിടെ RBCൻ്റെ മുകളിൽ A ആൻറ്റിജൻ ആണുള്ളത്. അവരുടെ
അപ്പോൾ എന്താ പറഞ്ഞത്, എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുടെ RBCന്റെ മുകളിൽ എ ആൻറ്റിജൻ ആണുള്ളത്. അവരൊരിക്കലും എന്തില്ല, ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. ബോഡി ഒരിക്കലും ഏതിൽ, പ്ലാസ്മയിൽ ഒരിക്കലും എന്തില്ല, സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ഉണ്ടാക്കുന്നില്ല, ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. അപ്പം എ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിലുള്ള ബ്ലഡ് തന്നെ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി ഏതാണ്, ആൻറ്റിബോഡി. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാൾക്കാരെ പറ്റി പഠിക്കണം. ആൻറ്റിജനെ പറ്റി പഠിക്കണം, അതേപോലെ തന്നെ ആൻറ്റിബോഡിനെ പറ്റി പഠിക്കണം. ഇപ്പോൾ നമ്മൾ എ ഗ്രൂപ്പാണ് പഠിക്കുന്നത് വെച്ചാൽ എ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ആൻറ്റിജൻ ഏതാണ്, എ ആൻറ്റിജൻ. അവർക്ക് ഉണ്ടാവുന്ന ആൻറ്റിബോഡി ഏതാണ്, ആൻറ്റിബോഡി. ഓക്കെ അല്ലേ? സോറി, ആൻറ്റി ബി ആൻറ്റിബോഡി. ക്ലിയർ ആണല്ലോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാരുടെ RBCന്റെ മുകളിൽ എ ആൻറ്റിജൻ ആണ്. പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല, ഒരിക്കലും ഉണ്ടാക്കുകയില്ല. പക്ഷേ അവരുടെ പ്ലാസ്മയിൽ എന്തുണ്ട്, ആൻറ്റിബോഡി ഉണ്ട്. ഏത് ആൻറ്റിബോഡിയാണ്, ആൻറ്റി ബി ആൻറ്റിബോഡി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ബി ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, എങ്ങനെയാണ് എ ഗ്രൂപ്പുകാരിൽ എന്താണ് ആൻറ്റിബോഡി ഉണ്ടായത്? ആൻറ്റിബോഡിൻ്റെ എന്താണ് സിമ്പിളാണ് വൈ. ആൻറ്റിബോഡി സ്ട്രക്ചർ വൈ ഷേപ്പാണ്. അതുകൊണ്ടാണ് ആൻറ്റിബോഡി ഇങ്ങനെ എഴുതിയത്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടുണ്ടായി നോക്കാം. ഈ പേഴ്സൺ P1 എന്ന് പറഞ്ഞ ആള് ജനിച്ചിട്ട് ഒരു 3 മുതൽ 6 മാസം, ജനിച്ച സമയത്ത് 0 മുതൽ 3 മാസം വരെ ഇവരുടെ പ്ലാസ്മയിൽ എന്തുണ്ടാവില്ല, എന്തില്ല, ആൻറ്റിബോഡി ഇല്ല. ഏത് ആൻറ്റിബോഡി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആൻറ്റിബോഡി ഇല്ല. ഓക്കെ, ഇനി 3 മുതൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണത്തിലൂടെ, കുട്ടീൻ്റെ ഭക്ഷണത്തിലൂടെ, ഐ മീൻ പേഴ്സൺ, ഈ ആളുണ്ടല്ലോ, അയാളുടെ ചെറുപ്പകാലം പറയുന്നത്, അയാൾ ജനിച്ചിട്ട് 3 മാസം വരെ അവരുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഒന്നും ഇല്ല, ആൻറ്റിബോഡി ഒന്നും കാണില്ല. 3 മുതൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിലൂടെയോ അല്ലെങ്കിൽ വാട്ടറിലൂടെയോ, അല്ലെങ്കിൽ ഡ്രിങ്ക് അല്ല, വാട്ടർ നല്ലത് തന്നെ. ഓക്കെ, വാട്ടറിലൂടെയോ അല്ലെങ്കിൽ ഗട്ടിലെ ബാക്ടീരിയകളിൽ എന്താ, ഇവരുടെ കയ്യിൽ നമ്മൾ ഇദ്ദേഹത്തിന് ഒരു 3-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം, ഗട്ടിലെ ബാക്ടീരിയൻ്റെ അകത്ത് എന്താണ്, ബി ആൻറ്റിജനെ പോലെയുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ബി ആൻറ്റിജനെ പോലെയുള്ള സബ്സ്റ്റൻസിനെ നോക്കിക്കോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, ഇത് നമ്മുടെ പേഴ്സൺ 1 ആണെന്ന് വിചാരിക്കുക. പേഴ്സൺ 1ൻ്റെ 3 മുതൽ 6 മാസം ഉണ്ടാക്കുന്ന സമയത്ത് ഇവരുടെ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ബാക്ടീരിയ വഴി എന്താണ്, ബി ആൻറ്റിജനെ പോലെയുള്ള സബ്സ്റ്റൻസസ് എന്തിലേക്ക് എത്തും, ബോഡിയിലെത്തും. എവിടെ എത്തും, ബോഡിയിലെത്തും. ഓക്കെ, ഇയാൾ നോക്കുന്ന സമയത്ത് ഈ ബി ആൻറ്റിജൻ ഇവരുടെ ബോഡിയിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്, നോൺ സെൽഫാണ്. നമുക്ക് ഇങ്ങനെ പറയും, അതാണ് ഫോറിൻ. അപ്പോൾ ഫോറിനാണ്. അപ്പോൾ സ്വന്തമല്ല, സെൽഫായിട്ടുള്ള ആൻറ്റിജൻ അല്ല, ഫോറിനാണ്. എവിടെ നിന്നോ കിട്ടിയതാണ് ഈ ആളുടെ കയ്യിലേക്ക്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഈ P1 എന്ന് പറഞ്ഞ പേഴ്സൻ്റെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അയ്യോ, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ എ ഗ്രൂപ്പുകാരിൽ എന്ത് കിട്ടുന്നത്, ആൻറ്റിബോഡി കിട്ടുന്നത്. ഓക്കെ, ഈ ആൻറ്റിബോഡി ഉണ്ടല്ലോ, ഇവരുടെ ഈ ആൻറ്റിബോഡി ഉണ്ടല്ലോ, ഇതെന്താണ്, നാച്ചുറൽ ആൻറ്റിബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ പേഴ്സൺ 1 എന്ന് പറഞ്ഞ ആളുടെ RBCന്റെ സർഫസിൽ എ ആൻറ്റിജൻ ആണുള്ളത്. അവരുടെ പ്ലാസ്മയിൽ ബി ആൻറ്റിബോഡിയാണുള്ളത്. ഇവർക്ക് എങ്ങനെയാണ് ഈ ബി ആൻറ്റിബോഡി കിട്ടിയതെന്ന് നോക്കാം. എങ്ങനെയാ, ഈ പേഴ്സൺ 1ൻ്റെ ജനിച്ച 3 മാസത്തിൽ അവരുടെ പ്ലാസ്മയിൽ ബി ആൻറ്റിബോഡി ഉണ്ടാകുന്നില്ല. 3 മുതൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുടിക്കുന്ന പേഴ്സണിൻ്റെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ഗട്ടിലെ ബാക്ടീരിയയിലോ എന്തുണ്ടാവും, ബി ആൻറ്റിജനെ പോലത്തെ സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ബോഡിയിൽ എന്താണ് ഈ ബി ആൻറ്റിജൻ എന്താണ്, അവിടെ ശ്രദ്ധിക്കുക, ഫുഡിലൂടെ, വാട്ടറിലൂടെ അല്ലെങ്കിൽ ബാക്ടീരിയയിലൂടെ ഈ P1 എന്ന് പറഞ്ഞ പേഴ്സൻ്റെ അകത്തേക്ക് ബി ആൻറ്റിജൻ വരും. ഈ ബി ആൻറ്റിജൻ എന്താണ്, നോൺ സെൽഫാണ്. ഈ ആളുടെ ശരീരത്തിൽ ഇല്ലാത്ത ആളാണ് ആര്, ബി ആൻറ്റിജൻ, നോൺ സെൽഫ് അല്ലെങ്കിൽ ഫോറിൻ. അപ്പോൾ എന്താക്കും, ഈ ബി ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ബോഡി ഡിഫൻസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ബി ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡിൻ്റെ പേരെന്താണ്, ബി ആൻറ്റിബോഡി. അങ്ങനെയാണ് എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബി ആൻറ്റിബോഡി ലഭിക്കുന്നത്. ഇത് എന്താ, നാച്ചുറലായി കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ഇത് രണ്ടാമത്തെ പേഴ്സൺ P2, അവരുടെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിൽ P2, അവരുടെ ബ്ലഡിൽ RBC ഉണ്ട്. അവരുടെ ബ്ലഡ് P2 എന്ന് പറഞ്ഞ പേഴ്സൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ബി ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ RBCൻ്റെ മുകളിൽ എന്താണ്, ബി
ബി ആൻറ്റിജനാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ പ്ലാസ്മയിൽ ഈ ആൻറ്റിബോഡി ഉണ്ടായിരിക്കും. ഏത് ആൻറ്റിബോഡിയാണ് ഉണ്ടായിരിക്കുക? അവരുടെ ഇതെന്താണ്? ബി ആൻറ്റിജനാണ്. ഈ ബി ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതൊരിക്കലും എന്താവില്ല, എന്നാ ഇതൊരിക്കലും എന്തല്ല ബി ആൻറ്റിബോഡി അല്ല. കാരണം ബോഡി ഒരിക്കലും സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയില്ല. അപ്പോൾ ഇവരുടെ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി ഏതാണ്? ഇതേതാണ്? ബി ആൻറ്റിജൻ. അപ്പോൾ ഇവരുടെ പ്ലാസ്മയിലെ ആൻറ്റിബോഡി എന്താണ്? ആൻറ്റി എ ആൻറ്റിബോഡി. എങ്ങനെയാണ് ഇവർക്ക് എന്താണ് ആൻറ്റി എ ആൻറ്റിബോഡി കിട്ടിയത്? ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 0 മുതൽ 3 വയസ്സ് വരെ 3 മാസം വരെ ഇവരിൽ എന്തില്ല? പ്ലാസ്മയിൽ ആൻറ്റി എ ആൻറ്റിബോഡി ഇല്ല. ഇനി 3 മുതൽ 6 മാസം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഫുഡ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ബാക്ടീരിയൽ എന്തുണ്ടാവും? എ ആൻറ്റിജനെ പോലെയുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും. ഓക്കെ, ഈ സബ്സ്റ്റൻസസ് ഉണ്ടാവും. ഈ എ ആൻറ്റിജനെ പോലെയുള്ള സബ്സ്റ്റൻസസ് ഫുഡിലൂടെ വാട്ടറിലൂടെ ബാക്ടീരിയ വഴി പേഴ്സൺ 2ലേക്ക് എത്തും. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കും? ബോഡി എന്താണ്? ഇവരെന്താണ്? എ ആൻറ്റിജൻ്റെ ബോഡിക്ക് എന്താണ്? ഫോറിനാണ്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇവരുടെ ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എ ആൻറ്റിബോഡിയാണ്. കാരണം ഇവിടെ വന്ന ആൻറ്റിജൻ ഏതാണ്? എ ആൻറ്റിജൻ. അപ്പോൾ ഈ ആൻറ്റിജനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആൻറ്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുക? ആൻറ്റി എ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പഠിച്ചാൽ മതി. അപ്പം പേഴ്സൺ 2ൻ്റെ നമ്മൾ RBC നോക്കുന്ന സമയത്ത് അവരുടെ സർഫേസിൽ ബി ആൻറ്റിജനാണുള്ളത്. അവരുടെ പ്ലാസ്മയിൽ ഒരിക്കലും ബി ആൻറ്റിബോഡി ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, അവരുടെ പ്ലാസ്മയിൽ കാണുന്ന ആൻറ്റിബോഡി ഏതാണ്? ആൻറ്റി എ ആൻറ്റിബോഡി. ഇതൊരു നാച്ചുറൽ ആൻറ്റിബോഡിയാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ടൈമിൽ അവർക്ക് കിട്ടുന്ന ആൻറ്റിബോഡിയാണിത്. മനസ്സിലായോ? ഇനി അടുത്ത പേഴ്സൺ 3 നമ്മൾ പഠിച്ച 3ാമത്തെ ആൾ. പേഴ്സൺ 3ൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ. അവരുടെ ബ്ലഡ് എടുത്ത് RBC നോക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? എ ആൻറ്റിജൻ ഉണ്ട്, ബി ആൻറ്റിജൻ ഉണ്ട്. ബി ആൻറ്റിജൻ, എ ആൻറ്റിജൻ. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓക്കെ, എ ആൻറ്റിജൻ ഉണ്ട്, ബി ആൻറ്റിജൻ. ഇവിടെ എന്തില്ല? ഇവരുടെ കേസിൽ എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. നോ ആൻറ്റിബോഡി. ഇവർക്ക് എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. പറഞ്ഞത് എന്താ? ഇവർക്ക് ആൻറ്റിബോഡി ഇല്ല. സപ്പോസ് നോക്ക്, ഈ ആൻറ്റിബോഡിയുടെ പേര് ആൻറ്റി എ ആൻറ്റിബോഡി എന്ന് വിചാരിക്കുക. ഈ ആൻറ്റിബോഡിയുടെ പേര് ആൻറ്റി ബി ആൻറ്റിബോഡി എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആൻറ്റി എ ആൻറ്റിബോഡി വന്നിട്ട് എ ആൻറ്റിജൻ അറ്റാക്ക് ചെയ്യില്ലേ? കാരണം ആൻറ്റി എ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? എ ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ ഈ എ ആൻറ്റിജനെ വന്നിട്ട് എന്താ? ഇവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ആൻറ്റി ബി ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ബി ആൻറ്റിജൻ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എന്താ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് നടക്കും? ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നിട്ട് എന്താക്കും? അഗ്ലൂട്ടിനേഷന് കാരണമാകും. പക്ഷെങ്കിൽ എന്താണ്? ഒരിക്കലും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? സെൽഫ് ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അപ്പോൾ എ ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ബോഡിയിൽ ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ബി ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ഗ്രൂപ്പിൽ എന്താണ്? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവരുടെ RBCൻ്റെ സർഫസിൽ എ ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ബോഡി എ ആൻറ്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുകയില്ല. അതേപോലെ തന്നെ അവരുടെ സർഫസിൽ എന്തുണ്ട്? ബി ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ബി ആൻറ്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പുകാരുടെ പ്ലാസ്മയിൽ നമുക്ക് ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പുകാരുടെ പ്ലാസ്മയിൽ എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. മനസ്സിലായോ? ഇനി നമുക്കിതാ ഇതെന്താ? നമ്മുടെ അവസാനത്തെ പേഴ്സൺ P4. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O. ഇവരുടെ ബ്ലഡിനെ നമ്മൾ LRB ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ. LRB ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവരുടെ RBC എടുക്കും. RBCയിൽ എന്തെങ്കിലും പ്രത്യേകത? അവർക്ക് എന്തില്ല? നോ ആൻറ്റിജൻ. അവർക്ക് എന്തില്ല? ആൻറ്റിജൻ ഇല്ല. പക്ഷേങ്കിൽ അവരുടെ പ്ലാസ്മയിൽ ഉണ്ടല്ലോ, അവരുടെ പ്ലാസ്മയിൽ എന്തുണ്ട്? ആൻറ്റിബോഡി ഉണ്ട്. ഏതൊക്കെ ആൻറ്റിബോഡിയാണുള്ളത്? ആൻറ്റി എ ആൻറ്റിബോഡിയും ഉണ്ട്, ആൻറ്റി ബി ആൻറ്റിബോഡിയും ഉണ്ട്. ഏതിൽ? O ബ്ലഡ് ഗ്രൂപ്പുകാരിൽ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ്
ഈ എന്താണ് ഈ O ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ എങ്ങനെയാണ് ആന്റി എ ആന്റിബോഡി കിട്ടിയത്, എങ്ങനെയാണ് ആന്റി ബി ആന്റിബോഡി കിട്ടിയത് നോക്കാം. ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ജനിക്കുന്ന സമയത്ത് 0 to 3 മന്തിൽ ഇവർക്ക് എന്തില്ല, ഇവരുടെ ബോഡിയിൽ നോ ആന്റിബോഡി. പക്ഷേ 3 മുതൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിലൂടെ വാട്ടറിലൂടെ ബാക്ടീരിയയിലൂടെ എന്ത് കിട്ടും, എ ആന്റിജനെ പോലത്തെ സബ്സ്റ്റൻസ് ഉണ്ടാവും, എ ആന്റിജൻ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ബി ആന്റിജൻ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഈ എ ആന്റിജൻ ലൈക്ക് സബ്സ്റ്റൻസ് ഈ ബോഡിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇവരുടെ ബോഡിയിൽ ഇതെന്താണ്, ഫോറിൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ബോഡി പ്രൊഡ്യൂസ് ചെയ്യും എന്ത്, ആന്റിബോഡി. അങ്ങനെ ബോഡി ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ എ ആന്റിജനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ ആന്റിജനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആന്റിബോഡി ഏതാണ്, അങ്ങനെയാണ് ആന്റി എ ആന്റിബോഡി ഇവരുടെ പ്ലാസ്മയിൽ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം പറഞ്ഞ കേസ് തന്നെയാണ് ഈ ബി ആന്റിജനും ഇവരുടെ ബോഡിയിലെത്തും. അപ്പോൾ ബി ആന്റിജൻ ഇവരുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ബി ആന്റിജൻ ഇവരുടെ ബോഡിയിൽ എന്താണ്, നോൺ സെൽഫ് ആണ്, ഫോറിൻ ആണ്. അപ്പം ബി ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ബോഡി ആന്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ആന്റിബോഡി, ആന്റി ബി ആന്റിബോഡി. ഓക്കെ, അങ്ങനെയാണ് O ബ്ലഡ് ഗ്രൂപ്പുകാരുടെ പ്ലാസ്മയിൽ നമുക്ക് രണ്ട് എന്താ ആന്റി ബി ആന്റിബോഡിയും ആന്റി എ ആന്റിബോഡിനെയും കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നമുക്കൊരു ടേബിൾ ഉണ്ടാക്കിയാലോ. ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി. നമ്മളിപ്പം പഠിച്ചാൽ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ മനസ്സിലാക്കുക. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ അവരുടെ ആന്റിജൻ എ ആന്റിജൻ, അവരുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള ഓക്കെ പ്ലാസ്മ ആന്റിജൻ RBC, അവരുടെ പ്ലാസ്മയിൽ ഏത് ആന്റിബോഡി ഉണ്ടാവും, ആന്റി ബി ആന്റിബോഡി. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബി, അവരുടെ ആന്റിജൻ ബി, അവരുടെ പ്ലാസ്മയിലുള്ള ആന്റിബോഡി ആന്റി എ. ഇനി ബ്ലഡ് ഗ്രൂപ്പ് AB, അവരുടെ അകത്തുള്ള ആന്റിജൻ എ ആന്റിജൻ ആൻഡ് ബി ആന്റിജൻ, അവരുടെ പ്ലാസ്മയിലുള്ള ABൻ്റെ അകത്ത് പ്ലാസ്മയിൽ എന്തില്ല, ആന്റിബോഡി ഇല്ല. ഓക്കെ അല്ലേ? O ബ്ലഡ് ഗ്രൂപ്പ് അവരുടെ ആന്റിജൻ ഇല്ല, ആന്റിബോഡി ആന്റി എ ആൻഡ് ആന്റി ബി. ഇത്രയും മനസ്സിലായല്ലോ?